എല്ലാവർക്കും റിയൽ സ്റ്റോറി ന്യൂവിലേക്ക് സ്വാഗതം. നമുക്ക് അലീനയുടെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അപ്പൊ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് കഥയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യ എൽസമ്മേനെ ആ ഒരു അവസ്ഥയിൽ നിന്നും, അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ദയനീയമായ ഒരു അവസ്ഥയാണ്. ആ പുള്ളിക്കാരി ഒന്ന് വീണു കേട്ടോ. വീണിട്ട് പിന്നെ പുള്ളിക്കാരിക്ക് എണീക്കാനേ പറ്റിയിട്ടില്ല. അപ്പം ആകെ മൊത്തത്തില് കണ്ടീഷൻ ഫുള്ള് പോക്കാണ്. ഡോക്ടർ എഴുതി തള്ളിയിട്ടേക്കാണ്. എഴുതി തള്ളുക എന്ന് പറഞ്ഞാൽ ഇനി എൽസമ്മേനെ കൊണ്ട് ഒന്നിനും ആവില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ആരും നോക്കുന്നില്ല. ആരോഗ്യമുള്ളപ്പം സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. റീതാമ്മ എന്ന് പറയുന്ന സഹോദരി, മൂത്ത സഹോദരി ആയിരുന്നു എല്ലാത്തിനും കൊട പിടിച്ചു കൂടെ നടന്നിരുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പം എല്ലാവർക്കും എൽസമ്മ ഒരു ബാധ്യതയാണ്. അത് നമ്മുടെ അലീനെ അറിയുകയുണ്ടായി. അലീന സ്റ്റാൻലിനെയും കൂട്ടി കാണാനായിട്ട് ചെന്നു. അങ്ങനെ സ്റ്റാൻലിനെയും കൂട്ടി പോയി കണ്ടു. അലീന ഒരു തീരുമാനം എടുത്തു. ഞാൻ എൽസമ്മേനെ നോക്കി 2-3 മാസം ഇവിടെ താമസിക്കാം. ആ സ്ത്രീയെ മാറ്റിയെടുക്കണം. പപ്പാടെ ഭാര്യയല്ലേ, പപ്പാടെ 3 മക്കളുടെ അമ്മയല്ലേ, അപ്പം ആ സ്ത്രീയെ മാറ്റിയെടുക്കണം എന്നും പറഞ്ഞ് നമ്മുടെ സ്റ്റാൻലിയുടെ സമ്മതമൊക്കെ മേടിച്ച് ഇപ്പൊ അലീന ഉള്ളത് എൽസമ്മയുടെ വീട്ടിലാണ്. എൽസമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ അതും സ്റ്റാൻലി മേടിച്ചു കൊടുത്ത വീട് തന്നെയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ അലീന അവിടെ ചെന്ന് നിൽക്കുന്നത് എൽസമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എൽസമ്മയ്ക്കൊന്നും അനങ്ങാൻ പറ്റുന്നില്ല, എണീക്കാൻ പറ്റുന്നില്ല. മലമൂത്ര വിസർജനം എല്ലാം ആ ബെഡിൽ തന്നെ ആയിരുന്നു. അലീന ചെന്ന് പതിയെ എല്ലാം മാറ്റിയെടുക്കുകയാണ്. ആദ്യമൊന്നും എൽസമ്മ അലീനയോട് പ്രതികരിച്ചിരുന്നില്ല. അലീനയെ എന്താ പറയുക, ഒരു ശത്രുവിനെ പോലെ കണ്ണൊക്കെ തുറിച്ചു നോക്കി. ആ ഒരു അവസ്ഥയിലും അലീനയെ ശത്രുവിനെ പോലെ തന്നെ കണ്ണൊക്കെ തുറിച്ചു നോക്കി. എന്തോ അലീനയെ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് അലീനയോട് പെരുമാറിയത്. പക്ഷെ അലീന അങ്ങനെയല്ല. അലീന എന്തിനും ഏതിനും ഒക്കെ പ്രതികരിക്കും. പുള്ളിക്കാരി ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിക്കത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രതികരിക്കുന്നത്. അല്ലാതെ എണീറ്റ് നടന്ന് നമ്മുടെ അലീനയുടെ ചെവിക്കരണം നോക്കി കൊടുക്കാനുള്ള ആവതി പറയുന്ന എൽസമ്മയ്ക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എൽസമ്മ എന്താ ചെയ്യുന്നത്? എൽസമ്മ ആഹാരം കഴിക്കത്തില്ല, അലീന പറയുന്നത് കേൾക്കത്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ അലീന എന്ത് ചെയ്തു? എൽസമ്മേനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഈ എൽസമ്മ എന്ത് ചെയ്താലും കഞ്ഞിയൊക്കെ ചിലപ്പം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയും ഒക്കെ അത് തട്ടിമറിച്ച് കളയാനൊക്കെ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് അലീന എന്ത് ചെയ്തു? അലീന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൽസമ്മേനെ ആദ്യം തന്നെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുത്തു. ജട പിടിച്ച് കിടക്കുന്ന മുടിയൊക്കെ വെട്ടി ക്ലിയർ ചെയ്ത് നല്ല എന്താ പറയാ, ദേഹമൊക്കെ കഴുകി എല്ലാം വളരെ നീറ്റാക്കി വാട്ടർ ബെഡ് ഉണ്ടല്ലോ അതിൽ കിടത്താൻ തുടങ്ങി. കാരണം പുറമൊക്കെ അങ്ങോട്ട് പൊട്ടിപ്പോയായിരുന്നു ഈ പുള്ളിക്കാരിയുടെ. അപ്പൊ അതിലൊക്കെ കിടത്താൻ തുടങ്ങി. എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു. ഏതായാലും നമ്മുടെ എൽസമ്മയുടെ മക്കള്, സ്റ്റാൻലിയുടെ മക്കള്, ആ മക്കൾക്കും മനസ്സിലായി കഴിഞ്ഞു അലീന വെറും നിസ്സാരക്കാരിയല്ല. അലീന കരുണയുള്ളവളാണ്, ദയുള്ളവളാണ്. അലീന ഒരിക്കലും തങ്ങളുടെ ചോറിൽ കൈയിട്ട് വാരി തിന്നാൻ വന്നവളല്ല. തൻ്റെ സഹോദരി തന്നെയാണ്. അവരെയൊക്കെ സ്നേഹിക്കാൻ നന്നായിട്ട് അറിയാവുന്ന സഹോദരി തന്നെയാണ് എന്ന് ഇവർക്കൊക്കെ മനസ്സിലായി. അതോടുകൂടി എന്ത് ചെയ്യുന്നു? നമ്മുടെ റീത്താമ്മയെ ഇവരെല്ലാവരും അങ്ങ് വിലക്കാണ്. ഈ പറയുന്ന മക്കള്, നമ്മുടെ സ്റ്റാൻലിയുടെ മക്കള് 3 പേരും നമ്മുടെ റീത്താമ്മയോട് ഇനി എൻ്റെ വീട്ടിൽ കയറി പോകരുത്, ഞങ്ങളുടെ വീട്ടിൽ കയറി പോകരുത് എന്ന് പറഞ്ഞ് വിലക്കുകയാണ്. അപ്പൊ റീത്താമ്മ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പൊ റീത്താമ്മ മിക്ക ദിവസവും വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഞാൻ കേസ് കൊടുക്കാൻ പോവാ, എൻ്റെ സഹോദരീനെ ഞങ്ങൾ വൃദ്ധസദനത്തിലേക്ക് മാറ്റാന്നൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതുപോലെ എപ്പോഴും വന്ന് വഴക്കുണ്ടാക്കും. ആദ്യമൊക്കെ നമ്മുടെ അലീനയെ കുറ്റപ്പെടുത്താനായിട്ട് ഈ പറയുന്ന എൽസമ്മയുടെയും സ്റ്റാൻലിയുടെയും 3 മക്കളും കൂടിയിരുന്നെങ്കിൽ തൻ്റെ അമ്മയെ നോക്കുന്ന രീതിയും പരിചരിക്കുന്ന രീതിയും ഒക്കെ കണ്ടപ്പോൾ അലീനയുടെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കിയ 3 മക്കളും എന്ത് ചെയ്യുന്നു? റീത്താമ്മയോട് ഞങ്ങളുടെ വീടിന്റെ പടി ചവിട്ടി പോകരുത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ ഇല്ലാതാക്കിയത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പേനെ ഇല്ലാതാക്കിയത് സ്ത്രീയെ നിങ്ങളാണ്, നിങ്ങൾ ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ റീത്താമ്മ പറഞ്ഞു, ഓഹോ 2 ദിവസം അവൾ ഇവിടെ കയറി വന്ന് നിന്ന് ഇവളെ ശുശ്രൂഷിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും വർഷക്കാലം നിന്നെ നോക്കിയ എന്നെയൊക്കെ നീ മറന്നുപോയോടി, നിനക്കൊക്കെ നന്ദിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും തർക്കിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കും ഈ പിള്ളേരും നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചു കേട്ടോ. അലീന പറഞ്ഞു തന്നെ പറയിപ്പിക്കുക ചെയ്യുന്നത്. അലീന പറഞ്ഞു, ഇത്രയും നാൾ നിങ്ങൾ എന്ത് നോക്കിന്നാ പറയുന്നത്? ഞങ്ങളുടെ സ്വത്തുക്കളും ഞങ്ങളുടെ പ്രമാണങ്ങളും ഞങ്ങളുടെ പകുതി സ്വത്തുക്കളും ഞങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് എഴുതി മേടിക്കാൻ വേണ്ടിയുള്ള
നിങ്ങളുടെ തന്ത്രമല്ലായിരുന്നു ഇതൊക്കെ. എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ എന്താ ചെയ്തത്? എൻ്റെ അമ്മേനെ പുറന്തള്ളി കളഞ്ഞില്ലേ? എൻ്റെ അമ്മയെ നിങ്ങൾ ഒരു പട്ടിക്ക്, നിങ്ങളുടെ വീട്ടിലെ പട്ടീനെ വളർത്തുന്ന കൂട്ടില് എല്ലാ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് എൻ്റെ അമ്മ ഇത്രയും നാളും മലമൂത്ര വിസർജനത്തിൽ കിടന്ന് പുഴുത്തു പോകാറായില്ലേ? അപ്പം രക്ഷിക്കാൻ വരാനേ ഞങ്ങളുടെ ഈശോപ്പച്ചനെ, നിങ്ങളുടെ അലീന ചേച്ചിനെ ഒരു മാലാഹ കുട്ടിയെ പോലെ ഇങ്ങോട്ട് അയച്ചതാ. അപ്പൊ ഞങ്ങള് അലീന ചേച്ചിനെ സ്വീകരിക്കണം, നിങ്ങളെ സ്വീകരിക്കണം. സമ്പത്ത് കാലത്ത് കൂടെ നിൽക്കുന്നവരെ അല്ല, ആപത്ത് കാലത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് മാറിപ്പോകോ സ്ത്രീയെ, ഇനി ഈ വീടിന്റെ പടി നിങ്ങൾ ചവിട്ടിപ്പോകരുത്. അങ്ങനെ ചവിട്ടിപ്പോയാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ കൊണ്ട് കേസ് കൊടുക്കും. ഞങ്ങൾ മക്കളെ കൊണ്ട് കേസ് കൊടുത്താൽ പിന്നെ അറിയാലോ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് പൊക്കോളാൻ പറയാ. അങ്ങനെ റീത്താമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. റീത്താമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ റീത്താമ്മ അലീനെ വിളിക്കുന്നുണ്ട്. നീ അല്ലേടി ഈ കുടുംബത്തിൽ കയറി ഈ കുടുംബം മുടിപ്പിച്ചത്. നീ തന്നെയാടി ഈ കുടുംബം മുടിപ്പിച്ചത്. നീ എന്താടി വിചാരിച്ചത്? ഈ സ്വത്തുക്കളെല്ലാം കൂടി ഇനിയിപ്പം ഈ മക്കളെ സോപ്പിട്ടിട്ട് എഴുതി മേടിക്കാമെങ്കിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിലേ അതൊക്കെ നിന്റെ വെറും തോന്നലാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഭയങ്കരമായിട്ടും റീത്താമ്മ അങ്ങ് അലീനയെ വഴക്ക് പറയാനും അലീനയെ ഇങ്ങനെ ചീത്ത പറയാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അലീന ഒന്നും മൈൻഡ് ചെയ്തില്ല. ഒരു ചെവി കൂടെ കൊട്ട് ഒരു ചെവി കൂടെ കളഞ്ഞു. അപ്പൊ റീത്താമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിയുടെ മൂത്ത മോള് ചോദിച്ചു, അത് പിന്നെ എന്താ അലീന ചേച്ചി അവരോട്? അലീന ചേച്ചി അത്രയൊക്കെ അവര് അലീന ചേച്ചിനെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടും അലീന ചേച്ചി അവരോട് എന്താ പ്രതികരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ, മോളെ നമ്മള് രണ്ട് കൈ കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ. അവര് പറഞ്ഞിട്ട് പോട്ടെ, അവർക്ക് അവരുടെ മാനസിക ബുദ്ധിമുട്ടും വിഷമം കാരണവും പറയുന്നത്. കാരണം ഇനി നിങ്ങളെ ഊറ്റാനായിട്ടോ നിങ്ങളിൽ നിന്നും ഒന്നും കിട്ടാനായിട്ടോ ഇല്ലാന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ആ വിഷമം കൊണ്ടാണ് അവരതൊക്കെ പറയുന്നത്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞിട്ട് പോട്ടെ. ഏതായാലും അവർക്കുള്ളത് ദൈവം കൊടുക്കും, നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളത് ദൈവം തരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന അകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിയുടെ മൂത്ത മോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ പാവം ഈ ചേച്ചീനെ ആണല്ലോ ഇത്രയും നാള് ഞങ്ങള് വേണ്ടാന്ന് വെച്ചതും അവഗണിച്ചതുമൊക്കെ ഈ ചേച്ചീനെ ആണല്ലോ എന്ന്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സ്റ്റാൻലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ മക്കളോട് പറഞ്ഞു കൊടുക്കും. ഈ സ്റ്റാൻലിയും മക്കളും തമ്മിലൊരു പരസ്പര ബന്ധമോ ഒരു സ്നേഹമോ ഒന്നുമില്ല. ഈ പിള്ളേർക്ക് എപ്പോഴും അമ്മ വീട്ടുകാർ, അപ്പൻ എപ്പോഴും ഒരു ക്രൂരനെ പോലെ അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അലീന സ്റ്റാൻലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പപ്പയെ അവഗണിക്കരുത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പപ്പയോട് സ്നേഹം കാണിക്കാതിരിക്കരുത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ നിങ്ങളോടൊക്കെ പപ്പയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ സ്നേഹിക്കാഞ്ഞിട്ട് പപ്പയ്ക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ പപ്പേനെ സ്നേഹിക്കണം, പപ്പേനെ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഞങ്ങളോട് റീത്ത ആന്റി പറഞ്ഞു തന്നതനുസരിച്ച് ഞങ്ങൾ ഇത്രയും നാളും പെരുമാറിക്കൊണ്ടിരുന്നത്. അമ്മയും അങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ അലീന ചേച്ചി ദൈവം ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചത്. ഇപ്പോഴല്ലേ അലീന ചേച്ചി ഞങ്ങൾക്ക് മനസ്സിലായതല്ല. ഇനി ഞങ്ങൾ ഞങ്ങളുടെ പപ്പാനെ കൈവിടത്തില്ല. എൻ്റെ അമ്മയ്ക്ക് ദൈവം ജീവൻ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയും എൻ്റെ പപ്പായും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. ഞങ്ങൾക്കത് കാണണം, കണ്ണിറയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും. കാരണം ഒരുപാട് മാറ്റം എൽസമ്മയാൻറ്റിക്ക് വന്നിട്ടുണ്ട് മക്കളെ. ഇനിയും നമ്മൾ മാറ്റം വരുത്തും. നിങ്ങൾ എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങളെ എൽസമ്മയാൻറ്റിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. മക്കളെ കൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇവര് 4 പേരും നിന്ന് നമ്മുടെ എൽസമ്മേനെ നോക്കി പരിചരിച്ച് എൽസമ്മ ലാസ്റ്റ് എണീറ്റ് നടക്കാൻ ആദ്യം ഇരുന്നു തുടങ്ങി. എൽസമ്മയ്ക്കും കാര്യങ്ങൾ പതിയെ മനസ്സിലായി. എൽസമ്മയ്ക്ക് മനസ്സിലായി കേട്ടോ, അലീന ആരാണ്, അലീന എന്തിനാണ് വന്നത്. അലീനെ മറ്റേ ഈ ചിറകൊക്കെ പെട്ടെന്ന് അലീനയെ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ എൽസമ്മയ്ക്ക് മാലാഖമാർ ഈ ചിറകില് പുറകിൽ ഇങ്ങനെ ചിറകൊക്കെ പിടിപ്പിച്ച വെള്ള ഒരു ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു മാലാഹയെ പോലെയാണ് ഇപ്പം തോന്നുന്നത്. അത്രയ്ക്കും നമ്മുടെ എൽസമ്മയ്ക്ക് അലീനോട് ഒരു സ്നേഹമായി കേട്ടോ. ഏതായാലും ഇവിടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇതിനപ്പുറത്തെ ഒരു സംഭവമാണ് അങ്ങ് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നടക്കുന്നത്. ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ വൈജയുടെ അഹങ്കാരം കൂടി വരുന്നതല്ലാതെ തെല്ലും കുറവില്ല. 15 ലക്ഷം രൂപ അലീനയ്ക്ക് കൊടുത്തതിന്റെ കണക്ക് 5-6 മാസമായിട്ട് അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലീനയ്ക്ക് 15 ലക്ഷം രൂപ കൊടുത്തില്ലേ, അത് ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ എത്ര ലക്ഷം രൂപയായേനെ, അല്ലെ എത്ര ലക്ഷമല്ല എത്ര രൂപ പലിശ കിട്ടിയേനെ. ഏതായാലും എനിക്കറിയണം അലീനയും ബാലചന്ദ്രനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അതിനുവേണ്ടി ഞാൻ ഇനി ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ അലീനയെ അങ്ങോട്ടേക്ക് കുറച്ച് ദിവസം കൊണ്ട് നിർത്തി ഇവരിങ്ങോട്ടേക്ക് പോയി നിൽക്കുന്നുണ്ട്. ബബിതയും
അതുപോലെ എല്ലാവരും പോയി നിൽക്കുന്നുണ്ട്. കൃഷ്ണമോൾ ഇപ്പം ഉള്ളത് വൈജയുടെ കൂട്ടത്തിലാണ്. വൈജ പിണങ്ങിപ്പോയിട്ടോ, വീണ്ടും വൈജ പിണങ്ങിപ്പോയി. എന്റെ കഥ തുടർന്ന് കണ്ടവർക്ക്, ഇതിനു മുമ്പൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കാം, തുടർന്ന് കേൾക്കുന്നവർക്ക് അറിയായിരിക്കാം. വൈജ പിണങ്ങി വീണ്ടും പോയി. വീണ്ടും വൈജ പോയി വേറൊരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. ഈ കൃഷ്ണമോളെ വൈജ കൂടെ കൊണ്ടുപോയി. കൃഷ്ണമോളെ കൊണ്ടുപോകാൻ കാരണം കൃഷ്ണമോൾക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ കൃഷ്ണമോൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അമ്മയുടെ കൂടെ നിൽക്കുന്നതാണ് സേഫ്, അമ്മയുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വൈജ കൊണ്ടുപോയി. ഏതായാലും അവിടെ നിന്നും അലീനയെ കൃഷ്ണമോള് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതൊക്കെ കാണുമ്പോഴത്തേക്കും വീണ്ടും 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 ദേഷ്യം നമ്മുടെ അലീനയോട്. എന്തോരം മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും ഈ മക്കളോ നമ്മുടെ ബാലചന്ദ്രനോ മാറുന്നില്ല. അപ്പോഴും വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും വീണ്ടും ദേഷ്യം. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാക്കണമല്ലോ. അപ്പൊ ഇതിനിടെ നമ്മുടെ അലീനയ്ക്ക് കുറച്ച് കല്യാണാലോചനകൾ വരുന്നു. അതൊക്കെ അലീന മാറ്റി മാറ്റി വിടുകയാണ്. അപ്പൊ അലീനയ്ക്ക് എപ്പോഴും മനുവിനെ ഒന്നെങ്കിൽ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ മനുവിനെ തന്നെ വിവാഹം കഴിക്കണം എന്നാണ്, ഇല്ലെങ്കിൽ തനിക്കൊരു വിവാഹം വേണ്ട, വിവാഹം കഴിക്കുന്നില്ല എന്ന് തന്നെയാണ് അലീനയുടെ തീരുമാനം. അപ്പൊ അതിനിടെ അലീനയ്ക്കൊരു വിവാഹാലോചന വന്നു. സ്റ്റാൻലിയും ബാലചന്ദ്രനും മുട്ടം വഴക്കായി. കാരണം മകൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് സ്റ്റാൻലി ബാലചന്ദ്രൻ പറഞ്ഞു. അപ്പം നമ്മുടെ സ്റ്റാൻലി ഇടഞ്ഞു. ലാസ്റ്റ് അലീന അതൊക്കെ ഞാൻ കഥയിൽ ഞാൻ ഇതിനു മുമ്പ് എന്റെ കഥ കേട്ടവർക്ക് അറിയായിരിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞു പോയി. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മനു വീട്ടിൽ അവതരിപ്പിക്കുക. മനു ആരോടാണ്? നമ്മുടെ ശിവശങ്കര മേനോനോട് പറയുകയാണ്, അച്ഛ ഇനി എനിക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരിക്കൽ അച്ഛനോട് പറഞ്ഞിരുന്നു, അലീനയുടെ മാറ്റർ തന്നെയാണ് അലീനയെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരുന്ന കാര്യം അത് പോസിബിൾ അല്ല. അത് ഒരിക്കലും എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും എനിക്ക് അലീന അല്ലാതെ വേറൊരു പെൺകുട്ടിയെ ഇപ്പം തൽക്കാലം വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അവൾക്ക് അവിടെ ആലോചനകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ പപ്പ കൊളുത്തുപുഴയ്ക്ക് വന്ന് നമുക്ക് അവിടെ പെണ്ണൊന്ന് ചോദിക്കണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബാലചന്ദ്രൻ അങ്കിളിനെയും കൂട്ടാന്ന് പറയുമ്പോൾ ബാലൻ അതിന് സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ നേരത്തെ സമ്മതിച്ച കാര്യം തന്നെയാണ്, അങ്കിളിന് താല്പര്യമാണ് എന്നെയും അലീനയും വിവാഹം കഴിപ്പിക്കാനായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും, എടാ മോനെ ഇതിപ്പം വലിയ പ്രശ്നമാവില്ലേ, വൈജി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇടയുവല്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എനിക്കിഷ്ടമുള്ള ഒരാളെയല്ലേ ഞാൻ വിവാഹം കഴിക്കേണ്ടത്, അതുപോലെ അലീനയ്ക്ക് ഇഷ്ടമുള്ള ആളെയല്ലേ അലീന വിവാഹം കഴിക്കേണ്ടത്. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിലല്ലേ വിവാഹിതരാകേണ്ടത്. മറ്റുള്ളവർക്ക് എന്തൊക്കെ എതിർപ്പുണ്ട് എതിർപ്പില്ല എന്ന് നോക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അതില് ഇങ്ങനെ ഒരു കാര്യം ഇതിൽ വരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്റ്റാൻലി, റിട്ടയർഡ് കേണലായ സ്റ്റാൻലിയുടെ അടുത്തേക്ക് നമുക്ക് പോകണം എന്ന് പറയുമ്പോഴത്തേക്കും അതൊരിക്കലും ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എനിക്കത് പോസിബിൾ ആയി തോന്നുന്നില്ല മോനെ. കാരണം ഒരുപാട് ശത്രുതയുണ്ട്, നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്കിടയിൽ. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഒരിക്കലും ഈ വിവാഹത്തിന് അവൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വരുന്നതിൽ ഒരു പ്രസക്തിയില്ല. നീ ബാലചന്ദ്രനുമായിട്ട് പോയാൽ അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പം ആ വീട്ടിൽ കേറാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥ വരും. അപ്പൊ അങ്ങനെയാണ് കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ബാലചന്ദ്രൻ അങ്കിളിനെയും കൂട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇത് വൈജ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജ ഇത് കമലയോട് പറയാതിരിക്കോ? കമലയോട് വിളിച്ചു പറഞ്ഞു, കമലെ നീ വിവരം അറിഞ്ഞോ, അവൻ ബാലചന്ദ്രനെയും കൂട്ടി മനു അങ്ങ് കൊളുത്തുപുഴയ്ക്ക് അങ്ങാണ്ട് അവളുടെ അടുത്ത് പോകാനിരിക്കുന്നുണ്ട്. ഏതായാലും നീ സമ്മതിക്കരുത്, നമുക്ക് നാണക്കേടാണ്. അവളെ ഒരുത്തിനെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് നിനക്ക് അറിയാലോ എന്ന് പറയുമ്പോഴത്തേക്കും, അവൻ അങ്ങനെ ചെയ്തെങ്കിലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊന്നും സ്വപ്നം കണ്ടാൽ മാത്രം മതി, അവനത് സ്വപ്നം കാണുകയുള്ളൂ, അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഞാനത് നടത്തത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ പോവുകയാണ് ശിവന്റെ അടുത്തേക്ക്. എന്താ ശിവേട്ടൻ ഇതൊക്കെ അറിഞ്ഞായിരുന്നോ? ശിവേട്ടനും കൂടെ കൂട്ടി നിൽക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശിവൻ ചോദിച്ചു, എന്ത് കാര്യം നീ പറയുന്നത്? ശിവേട്ടാ, ഇത് ഞാൻ സമ്മതിക്കത്തില്ല, നാണക്കേടാ. ആ ബാലചന്ദ്രൻ വെച്ചോണ്ടിരുന്ന പെണ്ണിനെയാണ് ദേ ഇവൻ കെട്ടാൻ പോകുന്നെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനു വന്നിട്ട്, അമ്മയുടെ പ്രശ്നം എന്താ? ഞാൻ അലീനനെ വിവാഹം കഴിക്കുന്നതാണ് അമ്മയുടെ പ്രശ്നം. അമ്മ ഒരു കാര്യം ഓർക്കണം, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അലീനയെ വിവാഹം കഴിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്നില്ല. അതെന്റെ ഇഷ്ടമല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ അമ്മ വിവാഹം കഴിച്ചില്ലേ, അതുപോലെ അച്ഛൻ ഇഷ്ടമുള്ള ആളെ അച്ഛനും വിവാഹം കഴിച്ചു, എനിക്ക് ഇഷ്ടമുള്ള ആളെ ഞാനും വിവാഹം കഴിച്ചോളാം. ഇപ്പൊ ഞാനും അലീനയല്ലേ ജീവിക്കേണ്ടത്? അതിപ്പം അലീന ആരുടെ കൂടെ ജീവിച്ചതാണെങ്കിലും എനിക്ക് കുഴപ്പമില്ലെങ്കിലോ, ഞാനും അലീനയും ജീവിച്ചോളാം. എന്താണ് പ്രശ്നം? അമ്മയ്ക്ക് എന്താ പ്രശ്നം?
അമ്മയ്ക്ക് ചുമ്മാ വൈജ ആന്റിനെ കൂട്ട് നിങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിയും നുണയും പറഞ്ഞ് ഇരുന്ന് നിങ്ങൾക്ക് അങ്ങനെ സമയം കണ്ടെത്താനും അങ്ങനെ കുറെ സമയം വേസ്റ്റ് ചെയ്യാനും അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? പോട്ടെ, വൈജ ആന്റി പോയി ജോലി എടുത്ത് ജീവിക്കുന്നെങ്കിലും ഉണ്ട്. അമ്മയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് 3-4 നേരം ഭക്ഷണം ഉണ്ടാക്കി വെറുതെ ഇരുന്നാ മതിയല്ലോ. അമ്മ ആദ്യം ഒരു കാര്യം ചെയ്യേ, രാവിലെ കുളിച്ചൊരുങ്ങി ഒന്ന് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഒരു ദിവസമെങ്കിലും ഒരാളുടെയെങ്കിലും കൊതിയും നുണയും പറയാതെ ഇരിക്കാൻ നോക്ക്. ദൈവം അനുഗ്രഹിക്കും. ആദ്യം അങ്ങനെ നോക്ക്. പിന്നെ മകന് ജയിലിൽ നിന്ന് വന്നെങ്കിലും ജാമ്യത്തിലാണ് ഇറങ്ങിയേക്കുന്നത്. ഇനിയിപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ വിധി വരുന്നത് വരെ പേടിക്കേണ്ട അവസ്ഥ തന്നെയാ. അപ്പം അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ നടത്ത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഇങ്ങനെ കൊതിയും നുണയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ലാന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് മനു അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ സമ്മതിക്കത്തില്ല ശിവേട്ടാ, ഇത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നീ സമ്മതിക്കണ്ടേ, അവന് ഇഷ്ടമാണെങ്കിൽ അവൻ വിളിച്ചോണ്ട് വരും. ഞാൻ എന്റെ മക്കളെ കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ ഈ വീട്ടിൽ അവൻ അവളെ അല്ലെങ്കിലും വെച്ച് പൊറപ്പിക്കത്തില്ല, വെച്ച് താമസിപ്പിക്കത്തില്ല. അവന് അവളെയും കൊണ്ടുപോയി എറണാകുളത്തോ എവിടെയെങ്കിലും ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ, ഓഹോ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തോണ്ടല്ലേ ഞാനേ എന്റെ കൊക്കിന് ജീവനുള്ളപ്പോഴേ ഇത് സമ്മതിക്കത്തില്ല. ഞാൻ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ചാകും എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗൊക്കെ ഇറക്കി. എവിടെന്ന് അതൊന്നും യേശുവലാട്ടോ, ശിവൻ എത്ര കേട്ടിരിക്കുന്നു. ഏതായാലും നമ്മുടെ കമല നേരെ ഫോൺ വിളിക്കുക, നമുക്ക് പോകാം, കൊളുത്തുപുഴയ്ക്ക് പോകാം. അവൾ എവിടെയാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വീട്ടിലാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി ഇത് മുടക്കണം വൈജയെന്ന് പറഞ്ഞു. അപ്പം വൈജ പറഞ്ഞു അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയത്തില്ലല്ലോ കമലയിടത്തി, കാരണം ഇതൊക്കെ ബാലചന്ദ്രനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലോ. ഓ, ബാലചന്ദ്രനെ പേടിയാണോ വൈജയ നിനക്കെന്ന് ചോദിക്കുമ്പോൾ, അയ്യേ ബാലചന്ദ്രനെ എനിക്ക് പേടിയോ, എനിക്ക് ബാലചന്ദ്രനെ പേടിയൊന്നുമില്ല. പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് ഒന്നും അറിയാതെ ഒരു രക്ഷയും ഇല്ല. വൈജയ്, നീ വരാൻ തയ്യാറാണെങ്കിൽ ഞാനും വരാൻ തയ്യാറാ. അവളുടെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപയും മേടിക്കണം. 15 ലക്ഷം രൂപയുടെ മുതൽ അവളുടെ കയ്യിൽ ഇരിപ്പില്ലേ, അതെല്ലാം തിരിച്ചു മേടിച്ചുകൊണ്ട് വരണം. അവൾ മേലാൽ ഇനി നമ്മുടെ വീട്ടിൽ കയറരുത്, ആ രീതി ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കൊളുത്തുപുഴയ്ക്ക് പോകാനുള്ള പ്ലാനിങ്ങും പദ്ധതിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേതായാലും കൃഷ്ണമോൾ അറിഞ്ഞു. കൃഷ്ണമോൾ നേരെ ബാലചന്ദ്രനെ വിളിച്ച് പറയാണ്, അച്ഛാ, ഇവിടെ സംഭവങ്ങളൊക്കെ കുറച്ച് പ്രശ്നമാണ് കേട്ടോ. ഇവിടെ അമ്മയും കമലയാന്റിയും കൂടെ കൊളുത്തുപുഴയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അച്ഛൻ അറിയാലോ, പ്രശ്നം ഭയങ്കര വിഷയമാകും. അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ സത്യങ്ങളൊക്കെ അറിയുന്നു പറഞ്ഞപ്പോഴത്തേക്ക്, മോളെ അവള് പോകുവാണെങ്കിൽ ചെന്ന് കയറട്ടെ, അവള് കയറിയിട്ട് സത്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ അറിയട്ടെ. ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്, സമയമായി കാണും അതറിയാനായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും കൃഷ്ണമോള് പേടിച്ചു വരച്ച് നിൽക്കുക. കൃഷ്ണമോൾക്ക് അറിയാം ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വൈജ സഹിക്കത്തില്ല, വൈജ ഒരിക്കലും ജീവിച്ചേ ഇരിക്കത്തില്ല. വൈജയ്ക്ക് താങ്ങാൻ പറ്റത്തില്ല താൻ അപമാനിക്കപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ താന് കള്ളങ്ങൾ പറഞ്ഞാണ് ഇത്രയും നാള് ജീവിച്ചിരുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നറിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഷോക്ക്, അതൊരിക്കലും വൈജയനെ പിന്നെ ജീവിപ്പിക്കാൻ വൈജയനെ അനുവദിക്കത്തില്ല. ഏതെങ്കിലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കാണാട്ടോ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ പരമാവധി വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.